ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. അടുത്ത മാസം 1 മുതലാണ് തീരുമാനം നടപ്പാക്കുക. 5 മേഖലകളിലേക്ക് കൂടി നിരോധനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനത്തിന്റെ 3ാം ഘട്ടമാണ് ഒമാനിൽ നടപ്പാക്കുന്നത്. റീറ്റെയിൽ ഭക്ഷ്യമേഖലകളിലേക്ക് കൂടി നിരോധനം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. അടുത്ത മാസം 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പഴം, പച്ചക്കറി കടകൾ, പാക്കേജിംഗ് യൂണിറ്റുകൾ, പലചരക്ക് കടകൾ, മിഠായി ഫാക്ടറികൾ, മധുരപലഹാര കടകൾ, ഗിഫ്റ്റ് കടകൾ എന്നിവയ്ക്കെല്ലാം നിരോധനം ബാധകമാകും. ബേക്കറികൾ, ബ്രെഡ്, പേസ്ട്രി, മിഠായി ഔട്ട്ലെറ്റുകൾ എന്നിവയിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണിസഞ്ചികൾ, പേപ്പർ ബാഗുകൾ എന്നിവ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ലഭിക്കും. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ബാഗുകൾ ഇറക്കുമതി ചെയ്യുന്നവരിൽ നിന്നും 1000 റിയാലാണ് പിഴ ഈടാക്കുക. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും. 2027 ജൂലൈ 1 പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളില്ലാത്ത രാജ്യമായി ഒമാനെ മാറ്റുകയാണ് ഘട്ടം ഘട്ടമായുള്ള നിരോധനത്തിന്റെ ലക്ഷ്യം. നിരോധനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകളും ബോധവൽക്കരണവും രാജ്യത്ത് നടക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.